കഴിഞ്ഞൊരു 10 വർഷമായിട്ട് നമ്മുടെ പോമറേനിയനെ മാത്രം വളർത്തുന്ന നമ്മുടെ രാഹുൽ ബ്രോയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബ്രോ കാഞ്ഞിരംകുളം ഒരു ടീച്ചറാണ് അല്ലേ, സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പുള്ളിക്കാരന് വീട്ടിലൊരു എനിക്ക് തോന്നുന്നു എത്ര ഡോഗ്സ് നോക്കോ? 35 ഡോഗ്സ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു പോമറേനിയൻ ചെറിയ ബ്രീഡിനെ? ഒരു മെയിൻ്റെനൻസ് വളരെ കുറവാണ്, നമുക്ക് മാൻ പവർ വളരെ കുറവാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആർക്കും വളർത്താൻ പറ്റും. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇത് ചെറിയ പപ്പിയാണ്, പക്ഷേ ഇത് ചെറിയ പപ്പിയല്ല. എത്ര വയസ്സാണ്? 3.5 വയസ്സൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എത്ര പ്രായം കൂടി കഴിഞ്ഞാലും മാക്സി ഈ ഒരു സൈസ് ഒക്കെ നമുക്ക് കൾച്ചർ പോമ, അതുപോലെ തന്നെ ഒറിജിനൽ പോമ അല്ലേ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ പാപ്പി കളർ മിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ തിരുവനന്തപുരത്ത് ഇവിടെ കണ്ടത് കാഞ്ഞിരംകുളമാണ് കേട്ടോ. നമുക്കൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളിക്കാരൻ ഈ ഒരു പോമിനെ മാത്രം. വലിയ ഡോഗ്സിനൊക്കെ വേറെ വളർത്തിയിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. ഒരു ജർമ്മൻ ഷെപ്പേർഡ് ലാബ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ വളർത്തുന്ന മെയിൻ്റെനൻസ് ആണ്. ഇവരാണ് എനിക്കൊരു വൈകിട്ട് വന്നു കഴിഞ്ഞാൽ തുറന്നെല്ലാം വിടുക, ഒരിക്കലും ടോയ്ലറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ വീഡിയോ ഇത്രയാണ് നമ്മൾ ഫുൾ അഴിച്ചിടുക, കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയല്ലേ. ഇത് കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം. ഓക്കെ, ആക്റ്റീവ് ആണ്, പക്ഷേ ഹൈപ്പർ ആക്റ്റീവ് അല്ല. നമുക്ക് വീടിനകത്തായാലും അല്ലാതെ ഫ്ലാറ്റിനകത്തായാലും ചെറിയ കോമ്പൗണ്ട് ഉള്ളവർക്കും അല്ലെങ്കിൽ ചെറിയൊരു കൂടായാലും മതി, ഒരു 3-2 അത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ മതിയല്ലേ, അത് വളരെ കുറച്ച് ഫുഡ് മാത്രം മതി. അത് നമ്മുടെ വീട്ടിലെ ഫുഡ് മാത്രമാണ് പുള്ളി കൊടുക്കുന്നത് അല്ലേ. കൊടുക്കാറില്ല, ചോറ് അല്ല ചിക്കന് മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഡ്രൈ ഫുഡ് ഇവിടെ കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ വീട്ടിലെ എന്ത് ഫുഡാണ് അത് കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റും. ജട പിടിച്ചിരുന്നാലും തനിയെ റിമൂവ് ആയി പോകുന്നില്ല, അങ്ങനെ കയറി ചുറ്റി അതുകൊണ്ടായിരുന്നില്ല ഇവർക്ക് നമ്മുടെ ഹസ്കി പോയി ഡബിൾ കൊട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതിന്റെ അടിയിൽ നിന്ന് ജട പിടിച്ചിരുന്നാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പോകുന്നുള്ളൂ അല്ലേ. ചൂടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴായാലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റും. വെള്ളം എപ്പോഴും കൂട്ടിൽ വെച്ചിരിക്കുക. ഓക്കെ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രീഡാണ്. നമ്മുടെ ചെലവ് വളരെ കുറവാണ്, സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ പോമറേനിയൻ എന്നുള്ളത്.